ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയൊരു സംഭവം കുറെ നേരം കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. 7 മണിക്ക് നോക്കി, 7 മണിക്ക് വന്നില്ല. 7:15 ഇതിന്റെ തെലുങ്കു ഹിന്ദി വന്ന് എന്നിട്ട് ഇപ്പോഴാണ് മലയാളം വന്ന്. നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന പാടെ അത് തന്നെ നമ്മൾ നോക്കിയിരിക്കുമായിരുന്നു ഈ ട്രെയിലർ. അപ്പൊ നമുക്കറിയാം 600 കോടി രൂപയുടെ ബഡ്ജറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ സിനിമയുടെ വിരുദ്ധ വരെ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് നമ്മുടെ കൽക്കി സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അത് കണ്ടു നോക്കാം. മുകളിൽ വെള്ളമുണ്ടത്രേ. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് വയ്യ പൂച്ചി. എന്തല്ല സ്വപ്നമായിരുന്നു. നമ്മള് കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ ആണെന്നറിയോ? എന്റെ കൂടെ വാ. എത്ര യൂണിറ്റ്സ് തരും? കള്ളം, നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിൽ എല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ഹായ്. ഹായ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ഷൂറ? റെക്കോർഡ് ചെക്ക് ചെയ്യ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നു. ഒരു ഹോളിവുഡിലെ ബിഗ് ബഡ്ജറ്റ് പടം കണ്ടൊരു ഇല്ല, അതിന്റെ ഒരു ട്രെയിലർ ഉണ്ട്. ഭയങ്കരം. ഇല്ല, നമുക്ക് എനിക്കൊന്ന് ഈ മാഡ് മാക്സ് 300 അങ്ങനെയുള്ള കുറെ മൂവീസ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു അതിനെക്കാട്ടി മുകളിലൊക്കെ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്കയായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് VFX ഒക്കെ അങ്ങനെ അധികം അങ്ങനെ തോന്നുന്നില്ല. VFX ആയിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇതിനകത്ത് ഇപ്പൊ കാണിച്ചേക്കുന്നതെല്ലാം പക്ക ഒരു VFXന് അങ്ങനെ അറ്റം വരെ അവർ ചെയ്തിട്ടുണ്ട്. അത്ര പെർഫെക്ഷനോടുകൂടി ഇത് വന്നിട്ടുണ്ട്. അത് ആ 600 കോടിയുടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവലല്ലേ. അവസാനം കമലഹാസന്റെ ആ ഒരു സീനൊക്കെ കാണിച്ചത് നമ്മൾ ഞെട്ടിപ്പോയില്ലേ. ആ പുള്ളിയുടെ ആ ഒരു റോള്, പുള്ളിയൊക്കെ വേറൊരു ലോകം ഉണ്ടെന്നൊക്കെ പറയുന്ന കാണിക്കുന്നത്. ഇവര് ഉദ്ദേശിക്കുന്നത് 2898 ഈ ഒരു കൽക്കി 2898. അപ്പൊ അത്തരം വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു ഭൂമിയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഭൂമിയില് അവര് താമസിക്കുന്ന ഭൂമിയിൽ വെള്ളവും ബാക്കി സംഭവം എല്ലാം വലിച്ചൂറ്റി എടുക്കുന്ന വേറൊരു ലോകമുണ്ട്. അപ്പൊ എനിക്കൊന്ന് ആ ലോകവും ഇവിടുത്തെ ലോകത്തിൽ നിന്നുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും അവരുമായിട്ടുള്ള യുദ്ധമൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമ കാണിക്കുന്നത്. എനിക്കൊന്ന് മാഡ് മാക്സും ഏകദേശം ഇതുപോലെ വെള്ളത്തിനും പിന്നെ എന്താണ് സസ്യങ്ങൾക്കും അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്കൊന്ന് ഈ കാറ്റഗറിയിൽ തന്നെ 2-3 സിനിമകൾ ഉണ്ട് ഇതുപോലെ. ഈ ഭൂമി നശിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരുപാട് ഇങ്ങനെയുള്ള 2-3 മൂവീസ് വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ജലം,
അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതും എനിക്ക് തോന്നുന്നു ആ ഒരു അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒട്ടും ജലമില്ല, അതൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഈ സസ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ജലമില്ലാത്ത ഒരു ഭൂമി എങ്ങനെയായിരിക്കും അവിടെ അതിനെ അതിജീവിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ലോകം നല്ല ഇതെല്ലാം ഉള്ള മറ്റൊരു ലോകമുണ്ട്, സർവൈവൽ എല്ലാം മൊത്തത്തില് ഇത് സർവൈവലിന് എനിക്കല്ല, ഇത് സയൻസ് ഫിക്ഷൻ ആണ്, സയൻസ് ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പടമാണ്. അപ്പൊ എന്തായാലും വിഷ്വലാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. ഭയങ്കരം ഇല്ല, നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന സാധനം. ഇതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ അതുപോലെ അത് മേക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ റോളാണെങ്കിലും നമുക്ക് എല്ലാം നല്ല എല്ലാവർക്കും നല്ല ക്യാരക്ടർ വന്നു. ഇപ്പം അമിതാഭ് ബച്ചന്റെ ഒക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് തന്നെ പുള്ളിക്ക് ഇതിനകത്ത് ഈ ട്രെയിലറിനകത്ത് കുറെ സംഭവം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആദ്യമേ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഒരാളുടെയും ക്യാരക്ടർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാൻ പറ്റുന്നില്ല. ഒരുപാട് എടുത്തു പറയണ്ട. ഈ ട്രെയിലറിനകത്ത് നമുക്ക് കണ്ടതിനകത്ത് ഇപ്പൊ കോസ്റ്റ്യൂം, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ VFX, അങ്ങനെ ഇതിന്റെ ബാക്കിൽ ടെക്നിക്കലായിട്ടുള്ള എല്ലാം കിടിലോസ്കി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റും പിന്നെ അവസാനം ആ ഒരു ചേസിങ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പടത്തിലൊക്കെ നമ്മൾ ഇതിപ്പം ഈ ട്രെയിലർ നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട് കാണിച്ച ഇംഗ്ലീഷ് പടമാണോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ട്രെയിലർ കട്ട്സ് ഒക്കെ ഇത് വന്നേക്കുന്നത്. എന്തുവായാലും പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാട്ടെ. നമുക്കറിയാം അദ്ദേഹത്തിനെ നമ്മള് ബാഹുബലി കണ്ട്, ഇപ്പൊ ബാഹുബലി ഫസ്റ്റ് സെക്കൻഡ് കണ്ട് ഒരുപാട് ആരാധിച്ച ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ പിന്നീടുള്ള കുറെ പടങ്ങൾ ഫ്ലോപ്പായി. പിന്നെ എനിക്കിന്ന് അവസാനത്തെ ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ പൃഥ്വിരാജുമായിട്ടുള്ള ഒരു സിനിമ സലാറ് നമ്മൾ കണ്ടെങ്കിലും പേഴ്സണലി ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് അല്ല. പ്രഭാസ് അങ്ങനല്ല, പ്രഭാസിന്റെ സംഭവം എന്ന് വെച്ചാൽ അങ്ങനല്ല, അതിനപ്പുറം പ്രഭാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അത് ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.